പോലീസിനെതിരെ MV ജയരാജൻ ജനങ്ങളെ മർദ്ദിക്കുന്നത് ഇടതുപക്ഷ പോലീസ് നയമല്ല. ഇത്തരം പോലീസുകാർക്ക് സർക്കാർ സംരക്ഷണം നൽകില്ല. തെറ്റായ വഴിക്ക് പോകുന്നവർക്കെതിരെ നിയമവഴി സ്വീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. സർക്കാരിന്റെ നയം പോലീസ് സേനയിലെ ചിലർ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ശരിയായ കാഴ്ചപ്പാട്. പോലീസ് തെറ്റ് ചെയ്യേണ്ട ഒന്നല്ല, ശരി ചെയ്യേണ്ട സേനയാണ്. തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റിൻ്റെ ലഘുഗുരുത്വം നോക്കി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാലം അത്രയും ഇടതുപക്ഷ ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം. സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. സർക്കാർ ഔദ്യോഗികമായി പരിപാടി പ്രഖ്യാപിച്ചാൽ എതിർപ്പ് പ്രകടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കൊച്ചിയിലോ കോഴിക്കോടോ സംഗമം സംഘടിപ്പിക്കാനാണ് സർക്കാർ ആലോചന. അയ്യപ്പ ഭക്തരുടെ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമത്തിനും സർക്കാർ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൊച്ചിയിലോ കോഴിക്കോട്ടായിരിക്കും ഈ യോഗം നടക്കുക. ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഭൂരിപക്ഷ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ് അയ്യപ്പ സംഗമമെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതെന്നാണ് UDFന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ നീക്കമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തുക. എന്ത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ്? എന്താണ്? എന്ത് സെമിനാർ? ഇതൊക്കെ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാ. അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി. ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഇപ്പോഴാണ് സെമിനാർ, ഇപ്പോഴാണ് കോൺക്ലേവ്. സർക്കാർ അതിന്റെ അവസാന മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളം സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ഗവൺമെന്റിന് 5 വർഷം കിട്ടി. അതിനിടയിൽ ന്യൂനപക്ഷത്തെക്കുറിച്ചോ ഭൂരിപക്ഷത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിൻ്റെ വ്യഗ്രതയിലാണ്. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാർ പക്ഷം ബഹുദൂരം പുറകോട്ട് പോയി. ജനവികാരം സർക്കാരിനെതിരാണ് എന്ന് നന്നായിട്ടറിയാം. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾക്ക് മുസ്ലിം ലീഗ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ലീഗിന്റെ ഭാഗത്തുനിന്നും സമാനമായ രീതിയിൽ തന്നെയാണ് വിലയിരുത്തലെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തും ഔദ്യോഗിക പ്രഖ്യാപനം വരണമെന്നാണ് ലീഗിന്റെ നിലപാട്. എന്നാൽ സമസ്തയുടെ പോഷക സംഘടനയായ SYSന്റെ നേതാവായ മുസ്തഫ മുണ്ടുപാറ അനുകൂലമായിട്ടാണ് ഇത്തരം നീക്കങ്ങളെ കാണുന്നത്. സർക്കാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വിലയിരുത്താനുമുള്ള വേദിയായിട്ട് വേണം ഇതിനെ കാണുവാൻ. മുൻപും ഇത്തരം നീക്കങ്ങളോട് സമസ്ത സഹകരിച്ചിട്ടുണ്ട്. സമസ്ത പോകുമോ ഇല്ലയോ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സമസ്ത തന്നെയാണ് തീരുമാനിക്കേണ്ടതെങ്കിലും ഇത്തരം നീക്കങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് സർക്കാർ തലത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലും നടന്നിട്ടുണ്ട്. ഇത്തരം സർക്കാർ നടത്തുന്ന മീറ്റിങ്ങുകളിൽ സാധാരണ സഹകരിക്കാറുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കിട്ടുന്ന അവസരം നിലക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരവസരം നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് തെറ്റുണ്ടാവാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷന് മുമ്പായിക്കോട്ട് സർക്കാർ ഓരോ വിഭാഗത്തിനുമായി സംസാരിച്ച് എന്തൊക്കെ അവരുടെ ആവശ്യങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് കാര്യങ്ങൾ തുറന്ന് പറയാൻ കിട്ടുന്ന ഒരു അവസരം നിലക്ക് മറ്റൊരു നിലക്ക് അതിനെ കാണേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള വലിയൊരു സംഗമത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ വലിയ തോതിൽ തന്നെ UDFന്റെ ഭാഗത്ത് അതിന് വിമർശനം ഒരുങ്ങുന്നു എന്ന് സത്യമാണ്. ലീഗ് അടക്കമുള്ളവർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. പക്ഷേ ലീഗിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ലീഗിനെ എക്കാലവും പിന്തുണയ്ക്കുന്ന സമസ്തയടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകൾ ഒരുപക്ഷെ സർക്കാരുമായി ഇത്തരം നീക്കങ്ങളോട് സഹകരിക്കും. അതിന്റെ രാഷ്ട്രീയം എന്താകുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.
ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ ആലോചന. അന്തിമ തീരുമാനം ഉടൻ വേണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. സഭാസമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ നടപടി ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയേക്കും. രാഹുലുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന വിഷയത്തിൽ എല്ലാം അഭിപ്രായം പറയേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. വരുന്ന 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം അടക്കം സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. അതിനിടയിൽ ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ സഭയിൽ